ഇവിടെ എത്തിച്ചേർന്നവർക്ക് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി ക്ഷണിച്ചുകൊള്ളുന്നു. അപ്പളം പഞ്ചായത്ത് ഈ വാർഡിലെ മെമ്പറായ ശ്രീധ സുരേഷ് വടക്കേപ്പുറ പ്രയാത്തിൽ വോട്ടിംഗ് പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നതിനായി ബഹുമാനപ്പെട്ട ഇടുക്കിയുടെ ആദരണീയനായ MLA-യും കേരള സംസ്ഥാന പൊതുവകുപ്പ് മന്ത്രിയുമായ സാറിനെ സ്വാഗതം ചെയ്യും. ഞങ്ങളുടെ പ്രദേശം ഏറ്റവും കൂടുതൽ വികസിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ സഹായ സഹകരണങ്ങളും തരണമെന്ന് ഞാൻ ഈ ഒരു അവസരത്തിൽ പറയുകയാണ്. അതോടൊപ്പം ബാക്കി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് മന്ത്രിയെ ക്ഷണിച്ചു കൊടുക്കുന്നു. പറക്കുളം ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീ ഇമ്മാനുവൽ ഷൈമൻ, ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ മെമ്പർ ശ്രീ സ്റ്റീഫൻ ജോർജ്, ഈ വടക്കേപ്പുഴ പദ്ധതി, ടൂറിസം പദ്ധതി ഏറെ കാലമായിട്ടുള്ള നമ്മുടെ നാടിൻ്റെ ഒരു ആവശ്യമാണ്. പക്ഷേ നമുക്ക് നടപ്പിലാക്കിയെടുക്കാനായിട്ട് വളരെ വൈകി. ഒട്ടനവധി പ്രതിസന്ധികളെ തരണം ചെയ്യേണ്ടി ആ നിലയിൽ ധാരാളം ചർച്ചകൾക്ക് ശേഷമാണ് ബഹുമാന്യനായ വൈദ്യുതി വകുപ്പ് മന്ത്രിയുടെ ചേംബറിൽ തന്നെ നിരവധി തവണ ചർച്ചകൾ നടന്നു. പ്രിയപ്പെട്ട മെമ്പർ ഡയറക്ടർ ശ്രീ സജീവൻ ഉൾപ്പെടെ വളരെ ആത്മാർത്ഥമായി നടത്തിയ പരിശ്രമത്തിൻ്റെ കൂടി ഫലമായിട്ടാണ് ഐഡൽ ടൂറിസം പ്രിയപ്പെട്ട ഡയറക്ടർ എന്നിവർ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെയും അതോടൊപ്പം നമ്മുടെ ജില്ലയിലെ നിർവഹിക്കുന്ന ആൾക്കാരും എല്ലാം ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഈ പദ്ധതി നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ കഴിയുന്നു. അശകയെന്ന് പുറപ്പെട്ടാൽ ഇടുക്കിയേക്കുള്ള യാത്രയിൽ ഏറ്റവും ശ്രദ്ധേയമായൊരു സ്ഥലമാണ് ഈ കുളമാവ്. പ്രകൃതി ഭംഗി കൊണ്ടും കാലാവസ്ഥ കൊണ്ടും ഒട്ടേറെ ആൾക്കാർക്ക് താല്പര്യം ജനിക്കുന്ന ഒരു പ്രദേശത്ത് ജനങ്ങൾക്ക് കൂടുതൽ സ്വീകാര്യതയുള്ള ഒരു ടൂറിസം പദ്ധതി ഉണ്ടാകേണ്ടതിൻ്റെ അനിവാര്യത, അതിനെ കൂടി മുൻനിർത്തിയാണ് ഈ പദ്ധതിയുടെ തുടക്കം. ഇതുകൊണ്ട് മാത്രമായില്ല, അനുബന്ധമായി ഇത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം. ഇത് വികസിപ്പിച്ചെടുത്ത് ഈ പ്രദേശത്ത് വലിയ തോതിലുള്ള മാറ്റങ്ങൾ സൃഷ്ടിക്കപ്പെടണം. അതിനുള്ള ഒരു പ്രാരംഭം എന്ന നിലയിലാണ് ഈ പദ്ധതി നമുക്ക് ആരംഭിക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഇപ്പം ഇവിടുന്ന് പോയാൽ കുളമാവ് ഡാം കഴിഞ്ഞ് തൊട്ട് അക്കരെ നമ്മൾ കാണുന്ന ആ സ്ഥലത്തെ ഒരു മിനി പാർക്ക്, വരുന്ന ആൾക്കാർക്ക് ഒന്നിരിക്കാനും അവർക്ക് വിശ്രമിക്കാനൊക്കെയുള്ള സൗകര്യം അവിടെ നമ്മൾ രൂപപ്പെടുത്തുക. ഇത് കഴിഞ്ഞാൽ ഇടുക്കിയിലേക്ക് എന്നാൽ ഇടുക്കി ആർച്ച് ഡാം പ്രതലമാക്കി ലേസർ ഷോ, അത് നമ്മുടെ ഏഷ്യയിലെ തന്നെ ഒരുപക്ഷെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു സംഭവമായിരിക്കും. അത് സംഭവവികലമായിട്ടുള്ള ഒരു വലിയ ടൂറിസം സാധ്യതകൾക്കാണ് വഴിതെളിക്കുന്നത്. മൂലമറ്റത്ത് നിന്ന് ഞങ്ങൾ പോരുന്നത് തന്നെ മൂലമറ്റം വൈദ്യുതി നിലയം ഉണ്ടായിട്ട് 50 വയസ്സ് വൈകിയായിരുന്നു, ഇന്നലെയായിരുന്നു. വലിയ തോതിലുള്ള ആഘോഷപരിപാടി നമുക്ക് മൂലമറ്റത്ത് നടത്തേണ്ടതായിട്ടുണ്ട്. 16-ാം തീയതി നാളെ കഴിഞ്ഞ് 3 മണിക്ക് അതിൻ്റെ സ്വാഗത സംഘം യോഗം മൂലമറ്റ സർക്യൂട്ട് ഹൗസിൽ ചേരുന്നുണ്ട്. ആ കാലത്തുണ്ടായിരുന്നവർ, ജീവിച്ചിരിക്കുന്നവർ, അന്ന് മരണപ്പെട്ട ആൾക്കാരിൽ അവരുടെ ബന്ധുമിത്രാദികളായിരുന്നുണ്ട്, അവരെയൊക്കെ നമുക്ക് വിളിക്കണം. ആ പദ്ധതിയുടെ ആലോചന കാര്യങ്ങളിൽ പങ്കെടുത്തവർ, ബുദ്ധിമുട്ട് അനുഭവിച്ചവർ, ഇതിന് പങ്കാളിത്തം വഹിച്ച ധാരാളം ആൾക്കാരൊക്കെ ഉണ്ട്. അവരെയൊക്കെ ഈ ചരിത്ര മുഹൂർത്തത്തിൽ ഓർക്കേണ്ടത് നമ്മുടെ നാടിൻ്റെയും കൂടി ഒരു ആവശ്യമാണ്. ആ ഘട്ടത്തിലാണ് മൂലമറ്റം പവർ ഹൗസ് കയറി കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും സുരക്ഷാ കാര്യങ്ങൾ കൊണ്ടും, എന്നാൽ ഇപ്പോഴത്തെ രീതിയിൽ അത് സാധ്യമല്ല. നമുക്ക് അതിൽ തന്നെ 1-2 അപകടങ്ങളൊക്കെ ഉണ്ടായി, 1-2 പേരുടെ മരണമുണ്ടായി. അപ്പം അത്ര പൊട്ടൻഷ്യൽ ഏരിയയിലേക്ക് ആൾക്കാർ കയറാൻ കഴിയുന്നില്ലെങ്കിലും ആ പവർ ഹൗസ് അതുപോലെ തന്നെ പുറത്ത് മിനിയേച്ചർ സൃഷ്ടിക്കപ്പെടുക. അതുപോലെ തന്നെ നമുക്ക് വളരെ ചുരുക്കം സമയം കൊണ്ടാണ്, അതുകൊണ്ട് വലിയ രീതിയിലുള്ള വിപുലമായ ഒരുക്കങ്ങളൊന്നും നടത്താൻ നമുക്ക് സാധിച്ചിട്ടില്ല. എങ്കിലും ഈ പദ്ധതി ആരംഭിക്കേണ്ടതിൻ്റെ ആവശ്യകതയെ മുൻനിർത്തി ഇവിടെ എത്തിച്ചേർന്ന ഹൈഡൽ ടൂറിസം ഡയറക്ടറെയും KSC ബോർഡിൻ്റെ മെമ്പർ ശ്രീ സജീവ് ഉൾപ്പെടെ എല്ലാവരെയും പ്രത്യേകമായി ഒരിക്കൽക്കൂടി ഓർക്കുകയും അവർക്കുള്ള ഭാഗങ്ങളും നന്ദിയും രേഖപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് നിങ്ങളെല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഏറെ സന്തോഷത്തോടു കൂടി ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചവരെ അറിയിക്കട്ടെ. നന്ദി.
Bahumanapatta Director Generation, Shri Sajeev Ji, Swagatam. And we have all gathered here today for the inauguration of multiple hydel tourism projects. To start with, in morning at Mulamatam, to develop a miniature parcel was formally handed over by KSEB to hydel tourism. In Vadekapura, boating site was inaugurated. In Kulamavu, a park was inaugurated, and now we are laying the formal inauguration for the laser show project. This and has helped HTC a lot, and only because of sir's support, we are able to commence all these projects. So my heartfelt gratitude for the same on behalf of KHTC. I would also like to thank KACB, CMD sir, Minhaj Alam sir, and the whole board, because KACB has been realize the importance of developing the overall region by starting such projects. സാധിക്കാതെ ബഹുമാനപ്പെട്ട വൈദ്യുതി വകുപ്പ് മന്ത്രി ശ്രീ കൃഷ്ണൻകുട്ടി സാറിനെ വീഡിയോ ഉദ്ഘാടനത്തിനായി ക്ഷണിക്കുന്നു. മറ്റു വേദിയിലുള്ള വിശിഷ്ട വ്യക്തികളെ സഹോദരി സഹോദരന്മാരെ, ആദ്യമായി ഇടുക്കിയുടെ വികസന ദിനത്തിന് പ്രധാന ഘടകങ്ങളിൽ നേരിട്ട് പങ്കെടുക്കാൻ കഴിയാത്തതിന് എൻ്റെ വലിയ വിഷമം ഞാൻ അറിയിക്കുന്നു. ഇടുക്കിയിലെ ജനങ്ങളുടെ പ്രതി സന്ദർഭത്തിൽ പങ്കുചേരണമെന്ന് ഞാൻ വളരെയധികം ആഗ്രഹിച്ചു. എന്നാൽ എൻ്റെ മണ്ഡലത്തിലെ അടിയന്തരമായി വിളിച്ചുകൂടാനോക്തമായ ചില പരിപാടികളിൽ നേരിട്ടെത്താൻ സാധിച്ചില്ല. എന്റെ സാന്നിധ്യവുമാക്കുകയും ഈ ചടങ്ങിനായി ക്ഷണിക്കുകയും ചെയ്ത പ്രിയപ്പെട്ട ജലവകുപ്പ് മന്ത്രി ശ്രീ ലക്ഷ്മീശ്വരന് പ്രത്യേകം ക്ഷമ ചോദിക്കുന്നു. ലേസർ ഷോ ഇന്ന് സ്ഥിര സ്ഥാപന ഘട്ടത്തിൽ എത്തി നിൽക്കുന്നതെന്ന് പിന്നിൽ ശ്രീ റോഷിയുടെ നിരന്തരമായ പരിശ്രമങ്ങളുണ്ട്. ഇടുക്കിയുടെ വിനോദസഞ്ചാര വികസനത്തിനായ എടുത്തു പറയേണ്ടതാണ്. വിവിധ വകുപ്പുകളെ ഏകോപിക്കുന്നതിനും KSBയുമായി ബന്ധപ്പെട്ട തടസ്സം നീക്കുന്നതിനും പദ്ധതിക്ക് ആവശ്യമായി ഫണ്ട് ലഭ്യമാക്കുന്നതിനും അദ്ദേഹം നടത്തിയ നിരന്തരമായ ഈ പദ്ധതിയുടെ വിജയത്തിന്റെ നിദാനമാണ്. അദ്ദേഹത്തിന്റെ ഈ അർപ്പണബോധത്തെ ഞാൻ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു. ഇടുക്കി ജനമേഖലയുടെ മറ്റു ചരിത്രപരമായ പ്രത്യേകത കൂടിയുണ്ട്. അതായത് 2026 12 ഈ മഹത്തായ പദ്ധതി രാഷ്ട്രത്തിന് സമർപ്പിക്കട്ടെ 50 വർഷം തികഞ്ഞിരിക്കുകയാണ്. 1970 12ാമത്തെ പ്രധാനമന്ത്രിയായ ശ്രീമതി ഇന്ദിരാഗാന്ധി ഇടുക്കി പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. 10 സെന്റിന് പിന്നിടുന്ന ഈ വേളയിൽ ഏഷ്യയിലെ 2ാമത്തെ വലിയ ആർച്ച് ഡാം എന്ന രാജ്യത്തോടുകൂടി ഇടുക്കി ഡാമിനെ പുതിയ വിനോദസഞ്ചാര അനുഭവമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഇടുക്കി ആർച്ച് ഡാമിന്റെ പ്രതലത്തിൽ ലേസർ ഷോ ഒരുക്കുക എന്നത് വർഷങ്ങൾക്ക് മുമ്പേ നമ്മൾ വിഭാവനം ചെയ്തൊരു സ്വപ്നമുണ്ട്. സാങ്കേതികമായി നിരവധി വെല്ലുവിളികളും സുരക്ഷാ പരിശോധനകളും പൂർത്തിയാക്കേണ്ടി വന്നവരാണ് എന്ന് വൈകിപ്പോയത്. കേരള സംസ്ഥാനത്തെ വൈദ്യുതി ബോർഡുകളിൽ 12 ഉപകേന്ദ്രങ്ങളുമായി പ്രവർത്തിക്കുന്ന ഹൈഡൽ ക്രൂസ് സെന്റർ ഇന്ന് കേരളത്തിന്റെ വിനോദസഞ്ചാര മേഖലയിലെ അഭിമാനകരമായ സാന്നിധ്യമാണ്. സ്വന്തം ഫണ്ട് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സ്ഥാപനമായ കേരള ഹൈഡൽ ടൂറിസം സെന്റർ ഇപ്പോൾ 25 വർഷം പൂർത്തിയാക്കിയിരിക്കുകയാണ്. 13 കോടിയോളം രൂപയുടെ നിയമപരമായ പ്രളയ ബാധ്യതകൾ പൂർണ്ണമായും അടച്ചു തീർത്തു. കഴിഞ്ഞ 3 വർഷ വരുമാനത്തിൽ ഇരട്ടി വർധനവ് രേഖപ്പെടുത്തി. ഇടുക്കിയുടെ സമഗ്രമായ വളർച്ചയ്ക്ക് ഭാവിയിലേക്ക് എക്കാലത്തും ഓർത്തിരിക്കാൻ കഴിയുന്ന വലിയ ഒരു പദ്ധതി തുടങ്ങാനായിട്ട് സാധിക്കുന്നു എന്നുള്ള സന്തോഷമാണ് നമുക്കുള്ളത്. ദീർഘകാലത്തെ കാത്തിരിപ്പിന് ശേഷമാണ് വൈദ്യുതി മന്ത്രി സൂചിപ്പിച്ചതുപോലെ ഒട്ടേറെ തടസ്സങ്ങളും പ്രതിസന്ധികളും എല്ലാം ഉണ്ടായി. അതിനെല്ലാം അതിജീവിക്കേണ്ടി വന്നു. നിയമാനുസൃതമായ കാര്യങ്ങളെല്ലാം നാം സേഫ്റ്റിയുമായി ആലോചിച്ചുകൊണ്ട് തന്നെ അവരുടെ ഗൈഡ് ലൈൻസിനെ അനുസരിച്ച് ഒരു ലേസർ ഷോ ഇടുക്കി ആർച്ച് ഡാം പ്രതലമാക്കി രൂപകൽപ്പന ചെയ്ത് നടപ്പിലാക്കാനാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്.
അത് നമ്മുടെ നാടിനുണ്ടാക്കുന്ന മാറ്റം ജില്ലയിലില്ല. ജില്ലയുടെ ഭൂപടത്തില് വിവിധങ്ങളായ ടൂറിസം പ്ലേസുകളുണ്ടെങ്കിലും ലേസർ ഷോ കാണാൻ കഴിയത്തക്ക വിധത്തിൽ സജ്ജമാക്കാൻ കഴിയുന്ന ഒരു സ്ഥലം ഇടുക്കിയിലെ ഈ ആർച്ചിഡാമിന്റെ പ്രതലമാണ് എന്ന് വരുമ്പോൾ അതിന്റെ ഡിമാൻഡ് എത്രത്തോളമായിരിക്കും എന്ന് നിങ്ങൾ കണക്കൂട്ടാൻ കഴിയുന്നു. ഞങ്ങളുടെ മൂലമറ്റത്തു നിന്നാണ് വരുന്നത്. ഇടുക്കി വൈദ്യുതി നിലയം, ആ വൈദ്യുതി നിലയം രൂപപ്പെടുത്തിയിട്ട് 50 വർഷം കഴിയുന്ന ദിവസമായിരുന്നു. 50 വർഷം പൂർത്തിയാകുമ്പോൾ ആ വൈദ്യുതി നിലയത്തിന്റെ പ്രവർത്തനങ്ങൾ അതൊക്കെ കാണാൻ ആഗ്രഹിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. അതിന്റെ പ്രവർത്തികളെ കുറിച്ച് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. പക്ഷെ സുരക്ഷയുടെയും അതോടൊപ്പം സെക്യൂരിറ്റി മെഷർമെന്റ്സ് എല്ലാം പരിശോധിച്ചുകൊണ്ട് തന്നെ നോക്കിയിട്ടും അതിനകത്ത് ആൾക്കാരെ കയറ്റി ഇടുന്നതും കാണിക്കുന്നതും സ്വാഭാവികമായി അത്ര എളുപ്പമല്ല എന്ന നില വന്നപ്പോഴാണ് അതിന്റെ വലിയൊരു മിനിയേച്ചർ ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം നമ്മുടെ മനസ്സിൽ തോന്നിയത്. അവിടെ വരുന്ന ആൾക്കാർക്ക് ആ പവർ ഹൗസ് കയറി കണ്ടതുപോലെയുള്ള പ്രകൃതി ഇരിക്കാൻ പാകത്തില്ല ഉള്ള വലിയൊരു മിനിയേച്ചറാണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിനാവശ്യം വേണ്ട സ്ഥലം KSCB നമുക്ക് നൽകണം. ബഹുമാന്യനായ മന്ത്രിയോടും അതോടൊപ്പം ബോർഡിനോടും ബോർഡിനെ പ്രതിനിധീകരിപ്പിക്കുന്ന ശ്രീ സജീവ് ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ പ്രത്യേകമായി നന്ദി ഞാൻ രേഖപ്പെടുത്തിയത്. KSCBയുടെ 1.5 ഏക്കർ സ്ഥലമാണ് അതിനുവേണ്ടി നമുക്ക് വിട്ടു നൽകിയത്. ഇന്ന് ആ സ്ഥലം ഹാൻഡ് ഓവർ ചെയ്തു. KSC ബോർഡ് അത് എനിക്കാണ് നൽകിയത്. ഞാൻ ഹൈലൻഡ് ടൂറിസം ഡയറക്ടറെ ഏൽപ്പിക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ പെട്ടെന്ന് തന്നെ ഒരു പ്ലാൻ തയ്യാറാക്കി നൂതനമായ എല്ലാ പദ്ധതികളുടെയും ഏത് തരത്തിൽ നടപ്പിലാക്കാൻ സാധിക്കുമോ അത്രയും നല്ല നിലയിലുള്ള പ്രോജക്റ്റ് തയ്യാറാക്കി സമർപ്പിച്ച് നമുക്ക് അത് നടപ്പിലാക്കാനായിട്ട് ആഗ്രഹിക്കുക. അപ്പൊ അത് തന്നെ ഒരു ചെറിയ കാര്യമല്ലല്ലോ. ഇടുക്കി പവർ ഹൗസ്, ഇടുക്കി അറിയപ്പെടുന്നത് തന്നെ ഊർജത്തിന്റെ കാര്യത്തില് കേരളത്തിന് വെളിച്ചം നൽകുന്ന ഒരു ഡാമാണല്ലോ. ഈ ഡാമിൽ നിന്ന് കൊളമാവിൽ നിന്ന് വെള്ളം 750 അടി താഴേക്ക് പോയി ഭൂഗർഭം അണ്ടർഗ്രൗണ്ട് ജനറേഷൻ പ്രവർത്തിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള അതിന്റെ പ്രവർത്തികളെല്ലാം കാണാനും അത് മനസ്സിലാക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വലിയ തോതിലുള്ള സന്തോഷം പ്രദാനം ചെയ്യുകയും നമ്മുടെ നാടിന്റെ വളർച്ചയിലെ ടൂറിസം സർക്യൂട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായി മൂലമറ്റവും മാറുക. അത് നമുക്ക് ഈ മാസം തന്നെ ആരംഭിക്കാൻ കഴിയുന്നു എന്നുള്ള ഒരു സന്തോഷ വാർത്ത ഉണ്ടെന്നുള്ള വിവരം ഞങ്ങൾ സന്ദർഭത്തിൽ അറിയിക്കുന്നു. മിനി ഫുഡ് പാർക്ക് അതിന്റെ ഭരണാനുമതി ലഭിച്ചു. ജില്ലാ കളക്ടർ തിങ്കളാഴ്ച ഒരു റിപ്പോർട്ട് കൂടി കൊടുത്താൽ എഗ്രിമെന്റ് സൈൻ ചെയ്ത് മിനി ഫുഡ് പാർക്കിന്റെ പ്രവർത്തനം കൂടെ നമ്മുടെ കാലിജീവിതത്തിൽ ഇപ്പോൾ തന്നെ ആരംഭിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇവിടെ ഇരുന്നപ്പോൾ ആണ് നമ്മുടെ തിയേറ്റർ കോംപ്ലക്സ്, ഇവിടെ ഒരു മൾട്ടിപ്ലക്സ് തിയേറ്റർ നമ്മൾ പറയുമായിരുന്നു. ആ മൾട്ടിപ്ലക്സ് തിയേറ്ററിന് ഇന്ന ദിവസം ഭരണാനുമതി ലഭിച്ചിരിക്കുന്നു. 10 കോടി രൂപ ഇവിടുത്തെ തിയേറ്റർ കോംപ്ലക്സ് പണിയാൻ 10 കോടി ഇന്ന ഭരണാനുമതി ലഭിച്ച കോപ്പിയാണ്. അതും നമുക്ക് സാധിക്കുമെങ്കിൽ ഈ മാസം തന്നെ സാംസ്കാരിക വകുപ്പ് മന്ത്രികളുടെ സ്ഥലത്ത് വന്ന് അതിന്റെ പ്രവർത്തനത്തോടെ തുടക്കം കുറിക്കാനായിട്ട് കഴിയും. അപ്പൊ മൾട്ടിപ്ലക്സ് തിയേറ്റർ, സാംസ്കാരിക മ്യൂസിയം, അതോടൊപ്പം തന്നെ എക്കോ ലോഡ്ജ്, കുടിയേറ്റ സ്മാരകം, നമ്മുടെ ഇറിഗേഷൻ മ്യൂസിയം, ഇതെല്ലാം കൂടെ ഏതാണ്ട് 10-45 ഏക്കർ സ്ഥലത്ത് ഒരുപാട് വരുന്ന ഒരു പ്രദേശത്ത് ഈ ഹൈവേ ടൂറിസത്തിന്റെ പ്രോജക്റ്റായ ഈ ഷോയും കൂടി നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സ്ഥിതിവിശേഷം വരുമ്പോൾ വലിയ രീതിയിലുള്ള മാറ്റം എനിക്ക് രൂപപ്പെടുത്താനായിട്ട് കഴിയുക. ഈ ലേസർ ഷോ ആ നിലയിൽ ഈ നാടിന് വലിയ മാറ്റത്തിന് ഇടം കൊടുക്കുന്നതായി മാറും. നമ്മുടെ നാടിന്റെ വികസന രംഗത്ത് ഒരു നാഴികക്കല്ലായിട്ട് മാറും. KSCBയുടെ ഹൈവേ ടൂറിസത്തിന്റെയും എല്ലാ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരെയും പ്രത്യേകമായി ഞാൻ അഭിനന്ദിക്കുന്നു. വളരെ പെട്ടെന്ന് തന്നെ ഇതിന്റെ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പ്രവേശിച്ച് അതിന്റെ പ്രവർത്തിബോധത്തിലേക്ക് കൊണ്ടുവരാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകും എന്ന് മാത്രം ഞാൻ സൂചിപ്പിക്കുന്നു. ബഹുമാന്യനായ മന്ത്രി ഇന്ന് മന്ത്രിസഭാ യോഗത്തിലുണ്ടായിരുന്നു. ഞാനും മൂലമറ്റത്തിൽ നിന്നാണ് മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുത്തത്. അദ്ദേഹം പാലക്കാട് പോയി മടങ്ങി വരാമെന്ന് ആഗ്രഹിച്ചിരുന്നെങ്കിലും മന്ത്രിസഭാ യോഗത്തിൽ ഉള്ള സ്ഥിതിക്ക് തിരിച്ചു വന്ന പോക്ക് ഒരിക്കലും പ്രായോഗികമല്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് അദ്ദേഹം വരാൻ സാധിക്കാത്ത അന്തരീക്ഷത്തിലും നമ്മളോട് വീഡിയോ കോൺഫറൻസ് കൂടിയാണ് പങ്കെടുത്ത് സംസാരിച്ചത്. അദ്ദേഹം അടുത്ത പ്രത്യേക കാര്യത്തിലത്തെ ഒരിക്കലും നന്ദിപൂർവ്വം ഓർത്തുകൊണ്ട് എല്ലാവിധമായ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഏറെ സന്തോഷത്തോടു കൂടി ഇതിന്റെ ഭാഗമാകാൻ കഴിഞ്ഞ എല്ലാവരെയും ഒരിക്കലും അഭിനന്ദിക്കുകയും ചെയ്തുകൊണ്ട് എന്റെ വാക്യം പ്രസംഗിക്കട്ടെ. നന്ദി, നമസ്കാരം.